നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. ഇൻ അസോസിയേഷൻ വിത്ത് ഭീമ ഗോൾഡ്, പ്യുർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ഭീമ, തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, അടൂർ. പോക്കറ്റ് കാലിയാകാതെ തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി BRM ലൈറ്റ്സ്. ഈ ഷോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറേ ചോദ്യങ്ങൾ ഞങ്ങളെടുത്ത് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി, അത്തരം ചോദ്യങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് അതിവിടെ കാണിച്ചിട്ട് അത്തരം ചോദ്യങ്ങളോട് എങ്ങനെ രഞ്ജിത്ത് ഏട്ടനും രാജുവും റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. സാറിന് മംഗലശ്ശേരി നീലകണ്ഠൻ എന്നുള്ള ഒരു വിളിപ്പേരുണ്ടോ? എടാ, പൃഥ്വിരാജ് പുതിയ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ തുടങ്ങാന്ന് കേട്ടു. നമ്മളെപ്പോലുള്ള പുതുമുഖങ്ങൾക്കൊക്കെ അദ്ദേഹം അവസരം തരുമോ? രഞ്ജിത്ത് ഏട്ടൻ്റെ നോട്ടവും ചില മാൻലി സാറ് പൊന്നു കോന്നുകുട്ടി, നോട്ടത്തിന്റെ കാര്യം ഞാനും കേട്ടതാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട്. നോട്ടം ഇതൊക്കെയാണോ ഒരാളെ നമ്മൾ പൃഥ്വിരാജിന്റെ നോട്ടം എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇങ്ങനെ ആയിപ്പോയി. അല്ല, രഞ്ജിത്ത് ഏട്ടൻ ഭയങ്കര മാൻലി ആയതുകൊണ്ട് അസൂയക്കാർ പറയുന്നതാണ്. അതായിരിക്കും. ഞാൻ ഒരു സിനിമാ നടനൊക്കെ ആകുന്നതിന് മുമ്പ് ഒരു സിനിമാ പ്രേക്ഷകൻ മാത്രമായി സിനിമയെ കണ്ടുകൊണ്ടിരുന്ന കാലത്തും അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിരുന്ന ഒരു നടിയാണ്. വളരെ നെഗറ്റീവാണെന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള ചില ക്യാരക്ടേഴ്സ്, അവരുടെ വളരെ വലിയ പോസിറ്റീവ് ക്യാരക്ടേഴ്സ്, അത് പലപ്പോഴും ലോകം വിസ്മരിച്ചിട്ടുണ്ട്. ഇതൊരു ലോകത്തിൻ്റെ മാസ് സൈക്കോളജിയാണോ, ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണോ, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? രഞ്ജേട്ടാ, രാജുവിന് കോമഡി വഴങ്ങില്ലേ? ഇപ്പോൾ ചെയ്ത പോലെ കാണിച്ചിരുന്നു. ഇല്ലില്ല, ഗോവിന്ദൻകുട്ടിക്ക് ബോധ്യമാകാൻ വേണ്ടി ഇപ്പോൾ അയാൾ വല്ല ഇതും ഇല്ലില്ല, ഇപ്പോഴല്ല, അഭിനയത്തിലെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഗോവിന്ദൻകുട്ടി എന്ത് തോന്നി? ഗോവിന്ദൻകുട്ടി രാജുവിൻ്റെ സിനിമകളെ കണ്ടിട്ടാണല്ലേ? അല്ല, ഒരു ചോദ്യത്തിന് ഉത്തരം മറ്റൊരു ചോദ്യമല്ല. ഇത് ഒരു ചോദ്യം അല്ലല്ലോ. ഇത് ചോദ്യം ചെയ്യപ്പെടലാണ്. ഇതൊരു ചോദ്യമായിട്ട് ഫീൽ ചെയ്താൽ ഉത്തരം പറയാൻ. ഈ ചോദ്യത്തിന് ആധികാരികമായി ഉത്തരം പറയേണ്ട ആൾ രഞ്ജിയേട്ടനാണ്, അതുകൊണ്ടാണ്. എന്താ ഗോവിന്ദൻകുട്ടി ഉദ്ദേശിക്കുന്നത്? രാജുവിന് കോമഡി വഴങ്ങില്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഉവ്വ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൃപ്തരാവുകയും ഇല്ല എന്ന് പറഞ്ഞാൽ തുടർ ചോദ്യങ്ങളാണ്. ഒന്നാമത് കോമഡി എന്നുള്ള വാക്ക് ഇതിനെ തെറ്റായാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. കോമഡി എന്ന് പറഞ്ഞാൽ ഷേക്സ്പീരിയൻ നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയോഗമാണ്. അതിനർത്ഥം ശുഭാന്ത്യം എന്നാണ്. ട്രാജഡി ദുരന്ത പര്യവസായി, അല്ലാതെ ഹ്യൂമർ എന്നുള്ളതിന് ഒരു മറുപേരല്ല കോമഡി. എന്ത് തന്നെയായിരുന്നാലും രാജു ഈ പറയുന്ന ഇത്തരം ഈ ഹാസ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ അധികം അവതരിപ്പിച്ചിട്ടുള്ള നടനല്ല, എങ്കിലും ചെയ്തിട്ടുള്ളതിൽ അയാൾക്ക് സ്വാഭാവികമായി ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചപ്പോഴൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളുകളിൽ ഒന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ പുറകോട്ട് പോകുന്നതിന് മുമ്പ് ഇന്ത്യൻ റുപ്പിയിലെ രാജുവിൻ്റെ 1-2 റിയാക്ഷൻസിൽ അയാൾ കാണിച്ചിട്ടുള്ള മിതത്വവും അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നല്ല ഹ്യൂമറിൻ്റെ ഒരു എക്സാമ്പിൾസായിട്ടൊക്കെ പറയേണ്ടത്. അല്ലാതെ നടന്നു പോകുന്ന ആളിൻ്റെ മുകളിലേക്ക് ഈ ചാക്കിൽ നിന്ന് മൈദപ്പൊടി വീഴുക, എന്നിട്ട് അയാൾ പഴത്തിൽ ചവിട്ടിയിട്ട് പിന്നെ വേറൊരു വീപ്പയ്ക്കകത്തേക്ക് പോവുക, അത് വെച്ച് ഉരുളുക,
അങ്ങനെയൊക്കെ പറയുന്നത് ഗോഷ്ടി എന്നാണ് എനിക്കറിയാവുന്നൊരു പ്രയോഗം. അതല്ല എങ്കിൽ ഏറ്റവും സ്വാഭാവികമായി നർമ്മം ചെയ്യാനുള്ള കഴിവ് രാജുവിനുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പറയാനുള്ളത്, ഞാനൊരു വളരെ ലിമിറ്റഡ് ആക്ടറാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു മോശം സീനിനെ അഭിനയിച്ച് ഗംഭീരമാക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരു ജെന്യുവൻ ആക്ടിങ് എന്ന് പറയുന്നത് അതാണ്. ഒരു മോശം സീൻ വായിച്ചിട്ട് ഇത് നമുക്ക് അഭിനയിച്ച് ഗംഭീരമാക്കാം എന്നൊരു ജെന്യുവൻ ആക്ടർക്ക് തോന്നാൻ പാടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിനയം ഒരു സിനിമയിൽ നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറകോട്ട് നോക്കിയാൽ ആ സിനിമയുടെ എല്ലാം നല്ലതായിരിക്കും. അതിൻ്റെ തിരക്കഥ നല്ലതായിരിക്കും, അതിൽ ഞാൻ അവതരിപ്പിച്ച് ആ കഥാപാത്രം വളരെ വെൽ എച്ച്ഡ് ഔട്ട് ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന പോലെ അഭിനയിച്ച് കോമഡി ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ മലയാളത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സോ കോൾഡ് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള സിനിമകളെല്ലാം തന്നെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിലൊന്നും തന്നെ ആക്ടേഴ്സ് രഞ്ജേട്ടൻ പറയുന്ന പോലെ ഉരുണ്ടടിച്ച് വീഴുകയോ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവർ അതാവത് മുഹൂർത്തങ്ങളിൽ വളരെ സ്വാഭാവികമായി അഭിനയിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന മോഹൻലാൽ, ശ്രീനിവാസൻ ഒരിക്കലും മരിക്കാത്ത കുറേ സിനിമകളുണ്ട്. ആ സിനിമകളെല്ലാം നിങ്ങളൊന്ന് ഒന്നുകൂടെ കാണുകയാണെങ്കിൽ അതിൽ ഈ പറയുന്ന പോലെ പശു കരയുമ്പോൾ ദാസ ഐശ്വര്യത്തിൻ്റെ വിളിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിരി വരുന്നത്, അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഗോഷ്ടി കാണിച്ചോ? ആ പശുവിൻ്റെ ചാണകത്തിൽ ചവിട്ടി ആരും വീഴുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ നമുക്ക് ചിരി വരുന്നത് ആ തിരക്കഥയിലുള്ളൊരു നർമ്മമാണ്. അപ്പോൾ അത്തരം സ്വാഭാവികമായ സിറ്റുവേഷൻസ് നന്നായി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അഭിനയിക്കാം. അത്രയ്ക്കുള്ളൊരു നടനെ എന്നിലുള്ളൂ. സത്യേട്ടൻ്റെ സിനിമകൾ ഇപ്പോൾ രാജു പറഞ്ഞതുപോലെ ശ്രീ മോഹൻലാലായാലും ശ്രീനിവാസനായാലും വളരെയധികം ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന സിറ്റുവേഷനിൽ ആളുകൾ വളരെ നോർമലായി ബിഹേവ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഡയലോഗ്സും ഒക്കെ ആയിട്ട്. ഇപ്പം ലാലിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ചിരിച്ചു പോകുന്ന അനായാസമായി ലാൽ ബിഹേവ് ചെയ്യുന്നു. പക്ഷെ ആ അനായാസതയ്ക്ക് വലിയ വിലയുണ്ട് എന്ന് പറയുന്ന ചില ഷോട്ടുകളുണ്ട്. അത് നമുക്ക് ലാലിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഒന്ന്, ഈ കിലുക്കം എന്നുള്ള സിനിമയിൽ വട്ടാണല്ലേ എന്ന് രേവതിയോട് ചോദിക്കുന്ന അയാൾ, ആ മുഖത്ത് ഒരു തരത്തിലുമുള്ള ഗോഷ്ടിയില്ല, ഫോൾസ് വോയിസ് ഇല്ല. ഒരാളിൻ്റെ മുഴുവൻ ജീവിത വ്യഥയും ആ ചോദ്യത്തിലുണ്ട്. കാരണം എല്ലാ പ്രതീക്ഷകളും തകർന്നിട്ട് അവിടെയാണ് ആക്ടിങ്ങിൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ രാജുവിൻ്റെ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് തിലകൻ ചേട്ടനോട് ചോദിക്കുന്നതിൻ്റെ ഒരു ടൈമിങ്ങിൻ്റെ പെർഫെക്ഷനുണ്ട്. ആ നോട്ടവും തിരിയലും ആ ചോദ്യവും എന്ന് പറയുന്നു. ഞാൻ പറയും, ഇത്തരം സന്ദർഭങ്ങളിൽ സ്വാഭാവികമായി പെരുമാറുന്നിടത്താണ് ഈ പറയുന്ന നർമ്മം അഭിനയിച്ച് ഫലിപ്പിക്കുന്ന നടൻ്റെ കഴിവ്. അല്ലാതെ മറ്റതിന് ബർലസ്ക് എന്നൊക്കെയാണ് ഈ തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്, ഈ പഴത്തൊഴിയിൽ ചവിട്ടിയിട്ട് ഉരുണ്ട് വീഴുക എന്ന് പറയുന്നത്. ആദ്യം ഇഷ്ടം തോന്നിയ പെൺകുട്ടി എന്നൊക്കെ ചോദിച്ചാൽ 5-ാം വയസ്സിൽ കണ്ട ഇന്ന പെൺകുട്ടി ഞാൻ പറഞ്ഞാണ്. ആദ്യം കൗതുകം തോന്നിയ പെൺകുട്ടിയുടെ മുഖം ഏതെന്ന് ചോദിച്ചാൽ അതിനൊക്കെ എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നു. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ എനിക്കറിയാവുന്ന ഭാഷയിൽ വ്യക്തമായിട്ട് അതിൻ്റെ മറുപടി പറയണം എന്ന് വളരെ ചെറിയ പ്രായം മുതൽ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് ചുറ്റുമുണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ 2 പേരുടെയും ആദ്യാനുരാഗത്തിനെ പറ്റി അറിയാനാണ് എൻ്റെ ആഗ്രഹം. ഫെയ്ഡാവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ്, ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ? അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, വി കളർ ദി വേൾഡ് ബ്യൂട്ടിഫുള്ളി. അങ്ങനെ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന സ്വന്തം വീടിന്റെ പാല് കാച്ചും കഴിഞ്ഞു. സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യം മാത്രം, ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ എവിടുന്നാ. ഞാൻ പറഞ്ഞു എല്ലാം അങ്ങ് ഇറ്റലിയിൽ നിന്ന് വരുത്തിയതാന്ന്. ചുമ്മാ എല്ലാം നമ്മുടെ വാഴക്കാലയിലുള്ള BRM ലൈറ്റ്സിന്നാ.
പോക്കറ്റ് കാലിയാകാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി. അതാണ് BRM ലൈറ്റ്സ്. BRM ലൈറ്റ്സ്, വാഴക്കാല ജംഗ്ഷൻ, എറണാകുളം. How much do you love me? This much. Bhima Gold, pure gold, diamonds and platinum. ഞാൻ പറയും, ഇത്തരം സന്ദർഭങ്ങളിൽ സ്വാഭാവികമായി പെരുമാറുന്നിടത്താണ് ഈ പറയുന്ന നർമ്മം അഭിനയിച്ച് ഫലിപ്പിക്കുന്ന നടൻ്റെ കഴിവ്. അല്ലാതെ മറ്റതിന് ബർലസ്ക് എന്നൊക്കെയാണ് ഈ തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്, ഈ പഴത്തൊഴിയിൽ ചവിട്ടിയിട്ട് ഉരുണ്ട് വീഴുക എന്ന് പറയുന്നത്. ഇനി ആരാണ് ചോദിക്കുക? ഇവിടെയാ മൈക്ക് ഇവിടെ. ഒരു കാലത്ത് ലോകം മൊത്തം അടക്കി വാണിരുന്ന ഹിറ്റ്ലറിനോട് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സർ അങ്ങേക്ക് അംഗരക്ഷകരുടെ എണ്ണം കൂട്ടണമെന്ന്. അപ്പോൾ ഹിറ്റ്ലർ ചോദിച്ചു എന്താ കാരണമെന്ന്. അപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, കാരണം അങ്ങ് വധഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഹിറ്റ്ലർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വയം മരിക്കാൻ തയ്യാറായി ഒരാൾ എന്നെ കൊല്ലാൻ വന്നാൽ അയാളത് ചെയ്തിരിക്കും. പക്ഷേ ഞാൻ മരിക്കാൻ തയ്യാറല്ലെങ്കിൽ അവിടെ ഞാനും അയാളും തമ്മിൽ ഒരുതരം സംഘർഷാവസ്ഥ നിലനിൽക്കും, ഒരു സ്തംഭനം പോലെ. അതേപോലെ തന്നെ നമ്മുടെ MT സാറിൻ്റെ താഴ്വാരത്തിലൊരു ഡയലോഗുണ്ട്, അവൻ കൊല്ലാൻ ശ്രമിക്കും, ഞാൻ ചാവാതിരിക്കാനും. ഇതേപോലെ തന്നെയാണ് പൃഥ്വിരാജ് എന്ന നടൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന അന്നു മുതൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ പല ഭാഗത്തു നിന്ന് അത് വിമർശനങ്ങളായി, പരാമർശങ്ങളായി, വിവാദങ്ങളായി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഒരു വിഭാഗം പ്രേക്ഷകർ എപ്പോഴും പൃഥ്വിരാജ് എന്ന നടനെ ഒരു വല്ലാത്ത ആക്രമ സ്വഭാവത്തോടു കൂടി ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് SMS-ൻ്റെ രൂപത്തിൽ, മെയിലുകളുടെ രൂപത്തിൽ, പോയിട്ട് കവലകളിലെ ചായക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ചായക്കടകളിലെ കൂട്ടങ്ങളിൽ വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലൊന്നും തളരാത്ത ഒരു പൃഥ്വിരാജിൻ്റെ ക്വാളിറ്റി, ഒരുതരം ലീഡർഷിപ്പ് ക്വാളിറ്റി, അത് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണ്. താങ്ക് യു. ഇന്നുവരെയുള്ള ഈ സിനിമാ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും, അത് രാഷ്ട്രീയമായിക്കോട്ടെ, ഏത് വിഷയങ്ങളായിക്കോട്ടെ, എല്ലാ സാമൂഹിക വിഷയങ്ങളും എന്തുമായിക്കോട്ടെ, അതിലെല്ലാം സ്വന്തമായ അഭിപ്രായങ്ങളുള്ള, അത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന, അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പൃഥ്വിരാജിനെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. അപ്പം അങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ പറയാനും ഇങ്ങനെ നിൽക്കാനുമുള്ള കഴിവ് എങ്ങനെയാണ് കിട്ടിയത്? അത് ആത്മധൈര്യമാണോ, അതോ ആത്മവിശ്വാസമാണോ, അതൊരു ഭാഗ്യമാണോ തുണച്ചത്? എനിക്കിത് പണ്ട് മുതൽ എനിക്ക് മനസ്സിലാവാതെ പോകുന്നൊരു കാര്യമാണ്. എന്തോ എൻ്റെ പൃഥ്വിരാജ് ചങ്കൂറ്റം അത് എന്നൊക്കെ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരു വളരെ നോർമൽ ആയിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എനിക്ക് അച്ഛനും അമ്മയും സ്കൂളിൽ അയച്ച് പഠിപ്പിച്ച് അങ്ങനെ ഒരു വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. നിങ്ങളും അതെ, വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്. അത്യാവശ്യം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണ കിട്ടിയിട്ടുള്ള, അത് പഠിപ്പിച്ചു തരാൻ അധ്യാപകർ ഉണ്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ എൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാടും ധാരണയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ എനിക്കറിയാവുന്ന ഭാഷയിൽ വ്യക്തമായിട്ട് അതിൻ്റെ മറുപടി പറയണം എന്ന് വളരെ ചെറിയ പ്രായം മുതൽ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് ചുറ്റുമുണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ജീവിക്കാൻ ഈ ഒരു മാർഗ്ഗമേ അറിയൂ. അല്ലാത്തൊരു പൃഥ്വിരാജിനെ എനിക്കിനി സൃഷ്ടിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഈ വിമർശനങ്ങൾ, എന്നെക്കുറിച്ച് ഉയരുന്ന പരിഹാസങ്ങൾ, കളിയാക്കലുകൾ, ഇതിൻ്റെയൊക്കെ കാര്യകാരണങ്ങൾ, ഇതിൻ്റെയൊക്കെ വസ്തുതകൾ, സത്യങ്ങൾ, അസത്യങ്ങൾ നിങ്ങൾക്കും എനിക്കും, ഇത് ചെയ്യുന്നവർക്കും ഇത് എഴുതുന്നവർക്കും സൃഷ്ടിക്കുന്നവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഞാൻ എന്തിനാണ് ഇനി കൂടുതൽ പറയുന്നത്? ഇപ്പോൾ പൃഥ്വിരാജിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നാളെ ഒരു ചാനലിൽ എനിക്കൊരു 3 മണിക്കൂർ ഇംഗ്ലീഷ് പ്രസംഗം നടത്താൻ പറ്റില്ലല്ലോ. അവരുടെ കാഴ്ചപ്പാടിൽ എനിക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അവരെ ഇംഗ്ലീഷ് പറഞ്ഞ് ധരിപ്പിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഇപ്പോൾ എൻ്റെ കുറേ ഇൻ്റർവ്യൂകൾ കട്ട് ചെയ്തൊരു യൂട്യൂബ് വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഞാൻ എന്തൊരു മഹത് വ്യക്തിയാണെന്ന് കാണിക്കാൻ ഒരു യൂട്യൂബ് വീഡിയോ സൃഷ്ടിച്ച് റിലീസ് ചെയ്യാൻ എനിക്ക് സമയമില്ല. എനിക്ക് അതിനുള്ള എഫേർട്ട് എടുക്കാനും താല്പര്യമില്ല. പിന്നെ എനിക്കുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഈ പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരും ഒക്കെ തന്നെ എവിടെയോ അവരുടെ മനസ്സിൽ
അംഗീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ കഥകൾക്കെല്ലാം അപ്പുറമാണ് ഒരു നടൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു മൂർധന്യാവസ്ഥയിൽ തിയേറ്ററുകളിൽ എത്തിയ സിനിമയാണ് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന ചിത്രം. അതൊരു വിജയമായി തീരില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നു, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ, എൻ്റെ അച്ഛൻ സുകുമാരനും എൻ്റെ ഗുരുനാഥൻ രഞ്ജിത്തുമാണ്. അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇനിയുണ്ടോ ചോദ്യം? ഇവിടെ ആഹാ, മുമ്പേ പാട്ട് പാടിയാളല്ലേ, ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മളെല്ലാവരും ഓർമ്മകൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം പ്രത്യേകിച്ച് ജീവിതത്തിൽ ആദ്യമായി എന്തെങ്കിലും ഉണ്ടായാൽ, എന്നുവെച്ചാൽ ആദ്യത്തെ അനുഭവങ്ങൾ എല്ലാം നമ്മൾ മറക്കാണ്ട് എല്ലാ കാലത്തും ഓർമ്മിക്കും. അതിൽ ചിലപ്പോൾ മധുരിക്കുന്നതുണ്ടാവാം, കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവാം, എന്തും ഉണ്ടാവാം. ഇപ്പോൾ ആദ്യം വാങ്ങിയ സാലറി, ആദ്യത്തെ ജോലി, ആദ്യം പഠിച്ച സ്കൂള്, ആദ്യത്തെ ടീച്ചർ, പിന്നെ ഒബ്വിയസ്ലി ആദ്യത്തെ കല്യാണം. അത് കുറച്ച് സാഹസികമായി കഴിച്ച കല്യാണമാണെങ്കിൽ രണ്ടാമത്തത് മറന്നു പോകാൻ സാധ്യത അങ്ങനെ. പക്ഷേ നമ്മൾ പിന്നീട് ഓർക്കുമ്പോൾ കുറച്ചൊക്കെ വേദന മുമ്പുണ്ടായിട്ടുണ്ട് വെച്ചാലും പിന്നീട് ഓർക്കുമ്പോൾ ഏറ്റവും മധുരിക്കാവുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത് ആദ്യത്തെ പ്രണയമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ 2 പേരുടെയും ആദ്യാനുരാഗത്തിനെ പറ്റി അറിയാനാണ് എൻ്റെ ആഗ്രഹം. കള്ളി പതുങ്ങിയിരുന്ന ഇതിനായിരുന്നല്ലേ? ഓക്കെ, രഞ്ജിത്തിന്റെ ആദ്യാനുഗ്രഹത്തിൽ നിന്ന് അനുരാഗത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ എൻ്റെ ആദ്യാനുരാഗത്തിനെ തേടി നടക്കുകയാണ് ഇപ്പോഴും. കിട്ടിയിട്ട് വേണം അനുരാഗത്തിൻ്റെ സുരഭിലമായ അനുഭവം എന്താണെന്ന് അറിയാൻ. രഞ്ജിയേട്ടാ, അതങ്ങനെ ഉഴപ്പി വിടാവുന്ന ഒരു ചോദ്യമല്ല. അത് മറക്കാൻ പറ്റുന്ന ഒരു അനുഭവമാണ്. ഒരിക്കലും അത് മറക്കാൻ പറ്റാത്ത അനുഭവമാണെങ്കിൽ ഞാൻ ഓർക്കേണ്ട കാര്യം പോലുമല്ല, ഞാൻ ഉടനെ മറുപടി പറയില്ലേ. ഒന്നാമത് പറഞ്ഞത് ഒരു പെൺകുട്ടിയോട് കാഴ്ചയിൽ തോന്നിയ ഇഷ്ടം അല്ലെങ്കിൽ കൗതുകം എന്നൊന്നല്ല പറഞ്ഞത്. ഉപയോഗിച്ച വാക്ക് അനുരാഗം എന്നാണ്. അത് ഒരുപാട് വലിയ അർത്ഥതലങ്ങളുള്ള കാര്യമാണത്. അതൊരു നിസ്സാരതയില്ല അതിനകത്ത്. ആദ്യം ഇഷ്ടം തോന്നിയ പെൺകുട്ടി ഏതാണെന്ന് ചോദിച്ചാൽ 5-ാം വയസ്സിൽ കണ്ട ഇന്ന പെൺകുട്ടി ഞാൻ പറഞ്ഞേനെ. ആദ്യം കൗതുകം തോന്നിയ പെൺകുട്ടിയുടെ മുഖം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊക്കെ എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നു. അനുരാഗത്തിൻ്റെ കാര്യമാവുമ്പോൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഞാനും വളരെ സിമിലർ ഒരു ഉത്തരം പറയേണ്ടി വരും കേട്ടോ. അത് പറ്റില്ല അൺഫോർച്ചുനേറ്റ്ലി. കാരണം എന്താ വെച്ചാൽ ഈ ചെറിയ പ്രായത്തിൽ ഒരുപാട് പെൺകുട്ടികളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ടീനേജ് ഇയേഴ്സിൽ ഒരുപാട് പേരോട് ഇൻഫാറ്റുവേഷൻ തോന്നിയിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് പേരോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള മനസ്സിൽ ഭയങ്കര സുന്ദരികൾ അല്ലാത്ത ചില നമ്മളെ ഭയങ്കര കഴിവുള്ള ആൾക്കാർ, നന്നായിട്ട് സംസാരിക്കാനും സാധിക്കുന്ന ആൾ, അവരോടൊക്കെ ഭയങ്കര ഇൻഫാറ്റുവേഷനൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വിവാഹിതനാണ്, ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരാളാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആക്ച്വലി പ്രണയം എന്ന് പറയുന്നത് എനിക്ക് സുപ്രിയോടാണ് തോന്നിയത്. അതാണ് എൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെ പ്രോസസ്സ്. അതാണ് ഒരാളെ പരിചയപ്പെടുക, തിരിച്ചറിയുക, മനസ്സിലാക്കുക, ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുക. ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്നേഹം, അതാണ് പ്രണയമെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. അത്തരമൊരു പ്രണയം എനിക്ക് ഒരാളോടെ തോന്നിയിട്ടുള്ളൂ. അത് അയാളെൻ്റെ ഭാര്യയാണ്. ഇപ്പോൾ ഈ കോളേജിൽ ഒരു കുട്ടി രാജുവിനോട് പ്രേമാഭ്യർത്ഥന നടത്തിയാൽ? സോറി, കുറച്ച് വൈകിപ്പോയെന്ന് പറയുന്നു. ഇപ്പോഴത്തെ മലയാളികളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് കണ്ടാലും അനുകരിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഹോളിവുഡ് മൂവീസിൽ നിന്നൊക്കെ അവരുടെ ടെക്നോളജീസ് നമ്മൾ അനുകരിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു മുതൽക്കൂട്ടാണ്. പക്ഷേ അവരുടെ സ്ക്രിപ്റ്റുകൾ, പാട്ടുകളുടെ ട്യൂണുകൾ ഇവയൊക്കെ അനുകരിക്കുമ്പോൾ അവിടെ ഒരു ക്രിയേറ്റിവിറ്റി നടക്കുന്നില്ലല്ലോ. ഇങ്ങനെ കോപ്പി അടിച്ചൊരു എക്സാം പാസ്സാവുന്നതാണോ അതോ സ്വന്തം കഴിവുകൊണ്ട് തോൽവി ഏറ്റുവാങ്ങുന്നതാണോ? ഒരാൾക്ക് മറ്റൊരാളെ അഭിനയം പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും ഒരു ഗ്രേറ്റ് ഫിലിം മേക്കർ എന്ന് പറയുന്ന സംവിധായകൻ ഉണ്ടാകുന്നത് മറ്റൊരാൾ സംവിധാനം പഠിപ്പിച്ചു കൊടുത്തിട്ടായിരിക്കില്ല. ഫെയ്ഡാവാത്ത
പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ് ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ? അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, വി കളർ ദ വേൾഡ് ബ്യൂട്ടിഫുള്ളി. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന സ്വന്തം വീടിന്റെ പാല് കാച്ചും കഴിഞ്ഞു. സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യം മാത്രം, ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ എവിടുന്നാ. ഞാൻ പറഞ്ഞു എല്ലാം അങ്ങ് ഇറ്റലിയിൽ നിന്ന് വരുത്തിയതാന്ന്. ചുമ്മാ എല്ലാം നമ്മുടെ വാഴക്കാലയിലുള്ള BRM ലൈറ്റ്സിന്നാ. പോക്കറ്റ് കാലിയാകാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി, അതാണ് BRM ലൈറ്റ്സ്. BRM Lights, വാഴക്കാല ജംഗ്ഷൻ, എറണാകുളം. How much do you love me? This much. Bhima Gold, pure gold, diamonds and platinum. ഈ കോളേജിൽ ഒരു കുട്ടി രാജുവിനോട് പ്രേമാഭ്യർത്ഥന നടത്തിയാൽ? സോറി, കുറച്ച് വൈകിപ്പോയെന്ന് പറയുന്നു. മലയാള സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തിൽ ഏകദേശം 30ഓളം സിനിമകളെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിലും അതിൽ വളരെ കുറച്ച് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുന്നുള്ളൂ. ഇപ്പോൾ അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ സാറിനെയും ബ്ലസ്സി സാറിനെയും പോലുള്ള സംവിധായകരുടെ ഒരു സംഭാവന എന്ന് പറയേണ്ടത് എടുത്ത് പറയേണ്ടതുമാണ്. ഇപ്പോൾ കയ്യൊപ്പ്, തിരക്കഥ, പാലേരി മാണിക്യം എന്നീ സിനിമകളിലൂടെ സാറിൻ്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച് കഴിഞ്ഞതുമാണ്. ഇപ്പോഴത്തെ മലയാളികളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് കണ്ടാലും അനുകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സമൂഹത്തിലെ എല്ലാ പ്രായക്കാരും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണല്ലോ സിനിമ. അപ്പോൾ ഈ ഒരു അനുകരണ ശൈലി സിനിമയെയും പ്രതിഫലിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് ആർക്കും അതിശയോക്തി ജനിപ്പിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ അന്യഭാഷാ ചലച്ചിത്രങ്ങൾ, എസ്പെഷ്യലി ഹോളിവുഡ് മൂവീസിൽ നിന്നൊക്കെ അവരുടെ ടെക്നോളജീസ് നമ്മൾ അനുകരിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു മുതൽക്കൂട്ടാണ്. പക്ഷേ അവരുടെ സ്ക്രിപ്റ്റുകൾ, പാട്ടുകളുടെ ട്യൂണുകൾ ഇവയൊക്കെ അനുകരിക്കുമ്പോൾ അവിടെ ഒരു ക്രിയേറ്റിവിറ്റി നടക്കുന്നില്ലല്ലോ, ജസ്റ്റ് ഒരു കട്ട് കോപ്പി പേസ്റ്റ്. പക്ഷെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പുതിയ ആശയങ്ങളും പുതിയ ആവിഷ്കാരങ്ങളുമാണ്. അപ്പോൾ ഇങ്ങനെ കോപ്പി അടിച്ച് സ്വന്തം സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന പല സംവിധായകരെയും നമുക്കറിയാം. അപ്പം എൻ്റെ ചോദ്യം വേറെ ഒന്നുമല്ല, സാറിൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ കോപ്പി അടിച്ചൊരു എക്സാം പാസ്സാവുന്നതാണോ അതോ സ്വന്തം കഴിവുകൊണ്ട് തോൽവി ഏറ്റുവാങ്ങുന്നതാണോ നല്ലത്? 100% നല്ല ചോദ്യമാണ്. ഞാൻ വളരെ സെൻസിബിളായ ചോദ്യം തന്നെയായിരുന്നു. തീർച്ചയായും ഈ ചോദ്യം ചോദിച്ച നിങ്ങൾക്കൊപ്പം തന്നെയാണ് ഞാനും. ഈ എന്താ പറയുക, ഈ പകർത്തി എഴുത്തിന് അല്ലെങ്കിൽ മോഷണത്തിന് ഞാൻ എതിര് തന്നെയാണ്. അതിനി കൊണ്ടുവരുന്ന ഏത് വലിയ വിജയത്തിനെയും അംഗീകരിക്കാൻ ഞാൻ തയ്യാറുമാണ്. ഇത് പലപ്പോഴും വേദന ഉണ്ടാവുന്നത് ഒരു പുതിയ സിനിമ ഇറങ്ങുന്നു, ആ സിനിമയുടെ എല്ലാ അർത്ഥത്തിലും, വിഷയത്തിലും, അതിൻ്റെ അവതരണ രീതിയിലും എല്ലാത്തിലും കണ്ട പുതുമയെ നമ്മൾ പ്രേക്ഷകർ വലിയ അഭിമാനത്തോട് കൂടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ഒറിജിനൽ ഇതാണ് എന്ന് പറഞ്ഞ് ഒരാളൊരു DVD ഉയർത്തി കാണിക്കുമ്പോഴാണ് നമ്മൾ വഞ്ചിതരായി എന്ന് തോന്നുന്നത്. ഇനി എത്ര കണ്ടായാലും എനിക്കൊരിക്കലും ഈ പറയുന്ന ഒരു കലാസൃഷ്ടി, ഒരു വർക്ക് ഓഫ് ആർട്ടിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ട് ഒരാൾക്കൊരു സൃഷ്ടി നടത്താം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാമെങ്കിലും പക്ഷേ ജെനുവിൻ ആവുക, ഒറിജിനൽ ആവുക എന്നുള്ളത് അത് തന്നെയാണ് ഏറ്റവും അഭിമാനപൂർവ്വം കാണേണ്ടത്. ഞാൻ അറിയില്ല, ഈ മനോരമയിൽ ഞാൻ വെള്ളിയാഴ്ചകളിൽ എഴുതുന്നൊരു കോളമുണ്ട്. അതിനകത്ത് ഞാൻ അവസാനം എഴുതിയത് ഒരു മറാഠി സിനിമയെക്കുറിച്ചാണ്. ആ കണ്ടൻറ്റിൻ്റെ ഒറിജിനാലിറ്റി നമ്മളെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ പിന്തുടരുന്നു എന്ന് പറയുന്നത് അത് ഒറിജിനൽ ആയതുകൊണ്ടാണ്. അങ്ങനെ ഈ വർഷം 2012 എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ്. ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഈ പുതിയ ഒരു ചുവടുവയ്പ്പിന് തയ്യാറാവുന്നുണ്ട്, സ്വയം മാറാൻ തയ്യാറാവുന്നുണ്ട്.
അല്ലെങ്കിൽ മിനിമം സ്വയം അനുകരിക്കുക എന്നുള്ളതിൽ നിന്ന് മോചിതരാവാൻ ശ്രമം നടത്തുന്നുണ്ട്. അതുവഴി എനിക്ക് തോന്നുന്നത് ഈ 2012 അവസാനം ഇതുപോലൊരു ഒത്തുചേരലൊക്കെ നമുക്ക് പറയാൻ കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാവുമെന്നാണ് വിശ്വാസം. അതിൽ തന്നെ ഒറിജിനലുകൾ ഉണ്ടാവട്ടെ എന്നാണ് ഞാനും ചോദ്യം ചോദിച്ച നിങ്ങൾക്കൊപ്പം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആ കുട്ടി പറഞ്ഞ പോലെ ഒരു പകർത്തി എഴുതി കിട്ടുന്നൊരു ഡിസ്റ്റിങ്ഷനേക്കാൾ അഭിമാനിക്കാൻ സാധിക്കുന്നത് സ്വന്തം കഴിവിൽ കിട്ടിയ ഒരു ഫെയിലിയറാണ്. ഈ സൃഷ്ടിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു സിദ്ധിയല്ല. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പല സിനിമാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല സിനിമാ സ്കൂളുകളും ഒക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാം, കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് സിനിമയിലെ ടെക്നിക്കൽ അല്ലാത്ത ഒരു കലയും, ഞാൻ ഉദ്ദേശിക്കുന്നത് എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി തുടർന്നുള്ള അത്തരം കലകളുടെ തിയറി നോളജ് ഒഴിച്ച് മറ്റൊന്നും ആർക്കും ആരെയും പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരാൾക്ക് മറ്റൊരാളെ അഭിനയം പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും ഒരു ഗ്രേറ്റ് ഫിലിം മേക്കർ എന്ന് പറയുന്ന സംവിധായകൻ ഉണ്ടാകുന്നത് മറ്റൊരാൾ സംവിധാനം പഠിപ്പിച്ചു കൊടുത്തിട്ടായിരിക്കില്ല. മറ്റ് സംവിധായകരെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, സിനിമയുടെ ഇൻഫ്രാസ്ട്രക്ചറും പ്രോസസ്സും പഠിക്കാൻ മറ്റ് സിനിമകൾ അദ്ദേഹത്തിന് ഉപകരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു സ്വന്തമായി ഉള്ളിൽ നിന്നൊരു സൃഷ്ടി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംവിധായകനെ ഒരു ഗ്രേറ്റ് ഫിലിം മേക്കർ ആകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ശ്രീ രഞ്ജിത്ത് ആരുടെയും സംവിധാന സഹായിയായി നിന്നിട്ടല്ല ഇന്ന് മലയാളത്തിലെ ലീഡിംഗ് ഫിലിം ഡയറക്ടറായത്. ശ്രീ മണിരത്നം ആരെയും അസിസ്റ്റ് ചെയ്തിട്ടല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായത്. രാം ഗോപാൽ വർമ്മ എന്ന് പറയുന്ന ഒരു പാത്ത് ബ്രേക്കിംഗ് ഫിലിം മേക്കർ ഹൈദരാബാദിൽ ഒരു കാസറ്റ് കട നടത്തിയിരുന്ന ആളാണ്. ആരുടെയും സംവിധാന സഹായി ആയിരുന്നില്ല. അതുപോലെ ഒരുപാട് പേര്. സോ അത്തരം സൃഷ്ടിക്കാൻ സാധിക്കുന്ന, സ്വന്തമായിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന കലാകാരന്മാർ സിനിമാ രംഗത്തേക്ക് കൂടുതൽ കടന്നു വരികയും അവർക്ക് വേദി ഒരുക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഇവിടെ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് സിനിമ ആസ് എൻ ആർട്ട് ഫോം വളരുകയുള്ളൂ. കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള ഇന്ത്യൻ റുപ്പി, സോൾട്ട് ആൻഡ് പെപ്പർ, ട്രാഫിക് തുടങ്ങിയ സിനിമകൾ വളരെ നല്ല സൂചനകളാണ് മലയാള സിനിമയുടെ ഭാവി കാലത്തിന് നമുക്ക് തരുന്നത്. ഈ പ്രേമനൈരാശ്യം വന്ന ചങ്ങലക്കൊക്കെ ഇടേണ്ട അവസ്ഥയും കാണും. ചിലവരുണ്ടാവും ഒരു ആരാധനയും കാണില്ല, എന്നാൽ വെറുതെ ഭയങ്കര ആരാധനയാണ് കാണിക്കും. ഇപ്പോ പബ്ലിക്കിൽ ഞാനൊരു പ്രപ്പോസൽ നടത്താം, ഐ ലവ് യു എന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? പറയൂ ഐ ലവ് യു എന്ന് പറയൂ കുട്ടി, ഐ ലവ് യു എന്ന് പറയൂ. കണ്ടോ ആ കുട്ടിക്ക് അതാണ്. കോളേജിന്റെ മാനം കളയരുത്. തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ശീലമുണ്ട്. അവര് പുത്തൻ സിനിമകൾ അതിൻ്റെയൊക്കെ മുൻപിൽ ഇൻസ്പയർ എന്ന് പറഞ്ഞ് ഒരു 3-4 സിനിമകളുടെ പേരുകൾ എഴുതാറ്. അപ്പോൾ എന്തെങ്കിലും ചില ഘടകങ്ങൾ ആ സിനിമയിൽ നിന്ന് അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകും. പക്ഷേ മലയാളത്തിൽ പുറത്തിറങ്ങുന്ന ഹിറ്റായതുൾപ്പെടെയുള്ള പല സിനിമകൾ അവർ തന്നെ രചിച്ചതാണെന്ന് സിനിമയ്ക്ക് ശേഷം വരുന്ന ഇൻ്റർവ്യൂകളിൽ പോലും പ്രകീർത്തിക്കാൻ അല്പം പോലും മടി കാണിക്കാത്ത ഒരു ആറ്റിറ്റ്യൂഡും. ഫെയ്ഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, വി കളർ ദി വേൾഡ് ബ്യൂട്ടിഫുള്ളി. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന സ്വന്തം വീടിന്റെ പാല് കാച്ചും കഴിഞ്ഞു. സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യം മാത്രം, ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ എവിടുന്നാ. ഞാൻ പറഞ്ഞു എല്ലാം അങ്ങ് ഇറ്റലിയിൽ നിന്ന് വരുത്തിയതാന്ന്. ചുമ്മാ എല്ലാം നമ്മുടെ വാഴക്കാലയിലുള്ള BRM ലൈറ്റ്സിന്നാ. പോക്കറ്റ് കാലിയാകാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി, അതാണ് BRM ലൈറ്റ്സ്. BRM ലൈറ്റ്സ്, വാഴക്കാല ജംഗ്ഷൻ, എറണാകുളം. How much do you love me? This much. Bhima Gold, pure gold, diamonds and platinum.
ഒരു കൊല്ലത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള ഇന്ത്യൻ റുപ്പി, സോൾട്ട് ആൻഡ് പെപ്പർ, ട്രാഫിക് തുടങ്ങിയ സിനിമകൾ വളരെ നല്ല സൂചനകളാണ് മലയാള സിനിമയുടെ ഭാവി കാലത്തിന് നമുക്ക് തരുന്നത്. രാജുവേട്ടാ, ഒരു ക്വസ്റ്റ്യൻ, പേഴ്സണൽ കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എല്ലാം ചോദിക്കാം. കുറേ ആരാധികമാരുണ്ടോ? എനിക്കറിയില്ലണ്ടോ. ശരി, ഇപ്പോൾ വിവാഹത്തിന് മുമ്പേ കുറേ അപ്രോച്ചസ് കാണും, അതിൽ തന്നെ കുറേ ലെവൽസും കാണും ആരാധികമാരുടെ. ഈ കൂടിയ ലെവൽ കാണും, അതായത് ഈ പ്രേമനൈരാശ്യം വന്ന ചങ്ങലക്കൊക്കെ ഇടേണ്ട അവസ്ഥയും കാണും. ചിലവരുണ്ടാവും ഒരു ആരാധനയും കാണില്ല, എന്നാൽ വെറുതെ ഭയങ്കര ആരാധനയാന്ന് കാണിക്കും. ഇപ്പോൾ വിവാഹത്തിന് ശേഷം ചിലവർ പ്രണയാഭ്യർത്ഥനകളായി വരാറുണ്ടോ? ഞാൻ ഈ വിവാഹത്തിന് മുൻപും അതെ, ഞാൻ ഈ സ്വപ്നക്കൂടിലൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ചാക്കോച്ചനൊക്കെ അനിയത്തിപ്രാവൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി രക്തത്തിൽ, ഒരു സ്വന്തം രക്തത്തിൽ അല്ലെങ്കിൽ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന രക്തത്തിൽ ഒരു കത്ത് എഴുതി അയച്ചിട്ടുണ്ട്. അത്രയും ഒരു എക്സെൻട്രിസിറ്റിയിൽ നിൽക്കുന്ന പ്രേമാഭ്യർത്ഥനകളൊക്കെ കിട്ടിയിട്ടുള്ള നടന്മാരാണ് കുഞ്ചാക്കോ ബോബനൊക്കെ. എനിക്കൊന്നും അങ്ങനൊരു ആരാധികയൊന്നും ഉണ്ടായിട്ടില്ല, ടു ബി വെരി ഫ്രാങ്ക്. അങ്ങനൊരു അപ്പൊ എന്താണ് ശരിക്കുള്ള ക്വസ്റ്റ്യൻ? പബ്ലിക്കിൽ ഞാനൊരു പ്രപ്പോസൽ നടത്തുക, ഐ ലവ് യു എന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? പറയൂ, ഐ ലവ് യു എന്ന് പറയൂ കുട്ടി, ഐ ലവ് യു എന്ന് പറയൂ. കണ്ടോ ആ കുട്ടിക്ക് അതാണ്. പറയൂ, കോളേജിന്റെ മാനം കളയരുത്. ഐ ലവ് യു. ഐ ലവ് യു ടു. രാജു നോക്കിക്കോണം, രാജു തിരിച്ച് രണ്ടുപേരെ പ്രേമിക്കുന്നുണ്ടെന്ന്. ഐ ലവ് യു ടു. ഓക്കെ, നമുക്ക് ഏകദേശം നമ്മളുടെ ഇന്നത്തെ ഈ സെഷൻ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. രഞ്ജേട്ടാ, ഒരു ചോദ്യം എനിക്ക് ഇവരോട് ചോദിക്കാം. 2012 ഗോവിന്ദൻകുട്ടി നായകനായ ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ, അത് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ തയ്യാറാണ്? ഈ ഷോ കൊണ്ടൊക്കെ ഇയാൾ ഉദ്ദേശിച്ചത് നടന്നല്ലോ അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് വാക്കുകളില്ല. ഗോവിന്ദൻകുട്ടിക്കോ? നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഗൂട്ടി ഷോയുടെയും ഈ കോളേജിൻ്റെയും വളരെ അവിസ്മരണീയമായ നിമിഷങ്ങളായിരുന്നു കുറേ നേരങ്ങളായി ഇവിടെ നടന്നത്. ഞാൻ ഗുരുതുല്യനായി കാണുന്ന ആളാണ് രഞ്ജേട്ടൻ. ഞാൻ രഞ്ജേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, രഞ്ജേട്ടൻ്റെ ഏകലവ്യ ശിഷ്യന്മാരിലൊരു ശിഷ്യനാണ് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ രഞ്ജേട്ടൻ അത് അംഗീകരിച്ചിട്ടില്ല. ജീവിതത്തിൽ ചെറുപ്പക്കാർക്ക് ഏറ്റവും അധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളാണ് രാജു. രാജുവിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി, രാജു എല്ലാത്തിനെയും വളരെ ജെനുവിനായി സിൻസിയറായി അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാര്യമാണ് രാജുവിൻ്റെ വിജയത്തിൽ. നമ്മൾ ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ രഞ്ജേട്ടാ, ഇവിടുത്തെ കുട്ടികൾ തന്നെ ഇന്ത്യൻ റുപ്പിയുടെ 100 ദിവസം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ റുപ്പിയിലെ പാട്ടാരെങ്കിലും പാടോ? യെസ് പ്ലീസ്, പാടിക്കോളൂ. ഈ പുഴയും സന്ധ്യകളും നീലമിഴിതളുകളും ഓർമ്മകളിൽ പീലി നീർത്തി ഓടിയെത്തുമ്പോൾ പ്രണയിനി നിൻ
സ്മൃതികൾ ഈ പുഴയും സന്ധ്യകളും നീലമിഴിതളുകളും ഓർമ്മകളിൽ പീലി നീർത്തി ഓടിയെത്തുമ്പോൾ പ്രണയിനി നിൻ സ്മൃതികൾ ഈ പുഴയും സന്ധ്യകളും പ്രണയിനിയുടെ ചുണ്ടുകൾ ചുംബനം കൊതിക്കവേ ചന്ദ്രലേഖമുകിലിനോടെന്തു ചൊല്ലി അറിയുമോ പ്രണയിനിയുടെ ചുണ്ടുകൾ ചുംബനം കൊതിക്കവേ ചന്ദ്രലേഖമുകിലിനോടെന്തു ചൊല്ലി അറിയുമോ പൂനിലാവിൻ മണിയറ സഖികളായി താരവൃന്ദമാകവേ പകർന്നു തന്ന ലയലഹരി മറക്കുമോ ലയലഹരി മറക്കുമോ പുലരിയിൽ നിൻമുഖം തുടുതുടുത്തതെന്തിനോ ഈ പുഴയും സന്ധ്യകളും നീലമിഴിതളുകളും ഓർമ്മകളിൽ പീലി നീർത്തി ഓടിയെത്തുമ്പോൾ പ്രണയിനി നിൻ സ്മൃതികൾ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ 100 ദിവസം ഇങ്ങനെ ആഘോഷിച്ചു. ഇത് വളരെ ജനകീയമാണ്. ഒരു ഗുരുവും ശിഷ്യനും പിന്നെ ഒരുപാട് വിദ്യാർത്ഥികളും ചേർന്നുള്ള ഈ ചടങ്ങ് ഇതൊക്കെ ദൈവനിയോഗമാണ്. ഇവിടെ ഇത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ സൂര്യ ടി വിയും ഗൂട്ടി ഷോയും വളരെ സന്തോഷമാണ്. രഞ്ജിയേട്ട, നന്ദി പറയാൻ വാക്കുകളില്ല. രാജു, നന്ദി. ഒരു കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ കേക്ക് കട്ട് ചെയ്തപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. മിസ്റ്റർ സുമേഷ് ഒന്ന് ഇവിടെ വരുക. യാദർശ്യമായിട്ടാണെങ്കിലും നമ്മുടെ ഗൂട്ടി ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. സുമേഷിൻ്റെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. ഷോ ഓരോ എപ്പിസോഡിലും അർഹരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നു. നാഷണൽ പെയിൻറ്റ്സ് നൽകുന്ന 5000 രൂപയുടെ ധനസഹായത്തിന് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: വിദ്യാഭ്യാസ ധനസഹായം ആവശ്യമുള്ളവർ നിങ്ങളുടെ വിദ്യാലയത്തിലെ മേലധികാരിയുടെ സാക്ഷ്യപത്രം സഹിതം ഞങ്ങൾക്ക് എഴുതുക. അപേക്ഷകരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഓരോ എപ്പിസോഡിലും തുക ലഭിക്കുക. വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം: ഗൂട്ടി ഷോ, ബ്ലോക്ക് നമ്പർ 95, കുമാരനാശാൻ നഗർ റോഡ്, കടവന്ത്ര, കൊച്ചി 25. ലോഗോൺ www.gootishow.com. ഇമെയിൽ mail@gootishow.com. ഈ ആഴ്ചയിലെ വിജയ്
ഇപ്പോഴത്തെ മലയാളികളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് കണ്ടാലും അനുകരിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഹോളിവുഡ് മൂവീസിൽ നിന്നൊക്കെ അവരുടെ ടെക്നോളജീസ് നമ്മൾ അനുകരിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു മുതൽക്കൂട്ടാണ്. പക്ഷേ അവരുടെ സ്ക്രിപ്റ്റുകൾ, പാട്ടുകളുടെ ട്യൂണുകൾ ഇവയൊക്കെ അനുകരിക്കുമ്പോൾ അവിടെ ഒരു ക്രിയേറ്റിവിറ്റി നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കോപ്പി അടിച്ച് സ്വന്തം സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന പല സംവിധായകരെയും നമുക്കറിയാം. എക്സാം പാസ്സാവുന്നതാണോ അതോ സ്വന്തം കഴിവുകൊണ്ട് തോൽവി ഏറ്റുവാങ്ങുന്നതാണോ നല്ലത്? 100% നല്ല ചോദ്യമാണ്. ഞാൻ നാടകത്തിൻ്റെ പുതിയൊരു തലം സൃഷ്ടിച്ച, മലയാള നാടകവേദിയുടെ പുതിയ ഒരു ഗ്രാമർ ഉണ്ടാക്കിയ, പുതിയ പാത വെട്ടിത്തെളിച്ച എൻ്റെ ഗുരുനാഥൻ കൂടിയായ പ്രിയപ്പെട്ട ജയപ്രകാശ് കുളൂരിനെ നിങ്ങൾക്ക് വേണ്ടി ഈ ഷോയിലേക്ക് ഹൃദയപൂർവ്വം ബഹുമാന പുരസ്സരം ഞാൻ ക്ഷണിക്കുന്നു. ഏതെങ്കിലും കാലത്ത് ഒരു നാടകം ചെയ്തു എന്ന് എനിക്ക് തോന്നിയാൽ അന്ന് ഇനി പണി നിർത്തും. നാടകം അന്വേഷിക്കുകയാണ് രസം. കുഞ്ഞനാളുകൾ ഇത്തിരി ഷൈൻ ചെയ്യാൻ പല സ്വകാര്യ സുഖങ്ങൾക്ക് വേണ്ടി, സ്വകാര്യം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണെന്ന് വിചാരിക്കുന്നത്. അത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതാണ് നാടകം. വേദിയിൽ ഒന്നും തന്നെ ഇല്ല. നാടകം ഇന്നേ വരെ ഒരു നാടകവും അരങ്ങത്ത് കളിച്ചിട്ടില്ല. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന മാത്രമാണ് നാടകം. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്.
പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. ഇൻ അസോസിയേഷൻ വിത്ത് ഭീമ ഗോൾഡ്, പ്യൂർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ഭീമ, തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, അടൂർ. പോക്കറ്റ് കാലിയാകാതെ തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി. BRM ലൈറ്റ്സ്.